PSC ക്വസ്റ്റ്യൻ കോർണറിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2025 ഡിസംബർ മാസത്തിലെ കറണ്ട് അഫയേഴ്സിൽ നിന്നുള്ള ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ്. എന്നാൽ ചോദ്യത്തിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം, മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതിയ പേര്? ഉത്തരം പൂജ്യ ബാപ്പു ഗ്രാമീൺ റോസ്ഗാർ യോജന. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ പുതിയ മുഖ്യ വിവരാവകാശ കമ്മീഷണർ? ഉത്തരം രാജ്കുമാർ ഗോയൽ. അടുത്ത ചോദ്യം, കേന്ദ്ര വിവരാവകാശ കമ്മീഷണറായി നിയമിതനായ ആദ്യ മലയാളി? ഉത്തരം PR രമേശ്. അടുത്തതായി, സ്ത്രീകൾക്കെതിരായ അതിക്രമം തടയാൻ സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ പോലീസുമായി ചേർന്ന് ആരംഭിച്ച പദ്ധതി? ഉത്തരം മോദ്യം. അടുത്ത ചോദ്യം, 2025 ഡിസംബറിൽ VD സവർക്കറിന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്യപ്പെട്ടത്? ഉത്തരം പോർട്ട് ബ്ലെയർ, ആൻഡമാൻ. അടുത്ത ക്വസ്റ്റ്യൻ, ലോക പട്ടിണി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം? ഉത്തരം 102. അടുത്ത ചോദ്യം, കേരളത്തിൽ ബ്രഹ്മോസ് മിസൈൽ നിർമ്മാണ യൂണിറ്റ് വരുന്നത് എവിടെയാണ്? ഉത്തരം തിരുവനന്തപുരത്തെ നെട്ടുകാൽത്തേരി. അടുത്ത ചോദ്യം, ഇന്ത്യ ഉൾപ്പെടെയുള്ള ലോകശക്തികളെ ഉൾപ്പെടുത്തി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രൂപീകരിക്കാൻ പദ്ധതിയിടുന്ന പുതിയ സഖ്യം? ഉത്തരം കോർ 5 അല്ലെങ്കിൽ C5. അടുത്തതായി, പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഉൾക്കൊള്ളുന്ന പുതിയ സമുച്ചയത്തിന് നൽകുന്ന പേര്? ഉത്തരം സേവാ തീർത്ത്. അടുത്ത ചോദ്യം, ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് നിഘണ്ടുവിൻ്റെ പ്രസാധകരായ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസ് OUP തിരഞ്ഞെടുത്ത 2025 വാക്ക്? ഉത്തരം റേജ് ബെയ്റ്റ്. അടുത്ത ചോദ്യം, 56ാമത് ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ സുവർണ മയൂരം സ്വന്തമാക്കിയ വിയറ്റ്നാമീസ് ചിത്ര? ഉത്തരം സ്കിൻ ഓഫ് യൂത്ത്. സംവിധാനം ആഷ് മെയ് ഫെയർ. അടുത്ത ചോദ്യം, രാജ്യത്ത് ഗവർണർമാരുടെ ഔദ്യോഗിക വസതിയായ രാജ്ഭവന്റെ പുതിയ പേര്? ഉത്തരം ലോക് ഭവൻ. അടുത്ത ചോദ്യം, പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ആദ്യ വനിതാ ബ്രാൻഡ് അംബാസഡറായി നിയമിതയായത്? ഉത്തരം ഹർമൻപ്രീത് കൗർ. അടുത്ത ചോദ്യം, തദ്ദേശ തിരഞ്ഞെടുപ്പുകളിൽ വോട്ടിംഗ് യന്ത്രത്തിൽ നോട്ട ബട്ടണിന് പകരം ഏർപ്പെടുത്തിയ പുതിയ സംവിധാനം? ഉത്തരം എൻഡ് ബട്ടൺ. അടുത്ത ചോദ്യം, ICC പുരുഷ ലോകകപ്പ് ക്രിക്കറ്റ് 2026 മത്സരങ്ങളുടെ ബ്രാൻഡ് അംബാസഡറായി നിയമിതനായ ക്രിക്കറ്റ് താരം? ഉത്തരം രോഹിത് ശർമ്മ. അടുത്ത ചോദ്യം, സംസ്ഥാനത്ത് കടലാസ് രഹിത കടുവ കണക്കെടുപ്പിന് ഉപയോഗിക്കുന്ന മൊബൈൽ ആപ്പ്? ഉത്തരം M-Stripes. അടുത്ത ചോദ്യം, 2027 ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റാർട്ടപ്പ് ടെക് മ്യൂസിയം സ്ഥാപിതമാകുന്ന നഗരം? ഉത്തരം ബംഗളൂരു. അടുത്തതായി, 2030 കോമൺവെൽത്ത് ഗെയിംസിന് വേദിയാവുന്ന ഇന്ത്യൻ നഗരം? ഉത്തരം അഹമ്മദാബാദ്. അടുത്ത ചോദ്യം, ഡെങ്കിപ്പനിയെ പ്രതിരോധിക്കുന്ന ലോകത്തെ ആദ്യ ഒറ്റ ഡോസ് വാക്സിന് അംഗീകാരം നൽകിയ രാജ്യം? ഉത്തരം ബ്രസീൽ. അടുത്ത ചോദ്യം, ശ്രീലങ്കയിൽ കനത്ത ഇടയാക്കി ആഞ്ഞടിച്ച ചുഴലിക്കാറ്റ്? ഉത്തരം ഡിറ്റ്വ. ചുഴലിക്കാറ്റിന് പേരിട്ട രാജ്യം യമൻ. ശ്രീലങ്കയിൽ ഡിറ്റ്വ ചുഴലിക്കാറ്റിനെ തുടർന്നുണ്ടായ ദുരിതമനുഭവിക്കുന്ന പൗരന്മാരെ രക്ഷിക്കുന്നതിനായി ഇന്ത്യ ആരംഭിച്ച ദൗത്യമാണ് ഓപ്പറേഷൻ സാഗർ ബന്ധു. അടുത്ത ചോദ്യം, അന്താരാഷ്ട്ര ഭിന്നശേഷി ദിനം? ഉത്തരം ഡിസംബർ 3. അന്താരാഷ്ട്ര ഭിന്നശേഷി ദിനം? ഉത്തരം ഡിസംബർ 3. അടുത്ത ചോദ്യം, ലോക എയ്ഡ്സ് ദിനം? ലോക എയ്ഡ്സ് ദിനം ഡിസംബർ 1. അടുത്ത ചോദ്യം, ലോകത്തിലെ രണ്ടാമത്തെ വലിയ മൊബൈൽ ഉൽപ്പാദക രാജ്യം? ഉത്തരം ഇന്ത്യ. അടുത്ത ചോദ്യം, പ്രഥമ മാർഗി സതി സ്മൃതി പുരസ്കാരം ലഭിച്ചത്? ഉത്തരം കലാമണ്ഡലം ഗോപി. അടുത്ത ചോദ്യം, 79ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ ഫൈനൽ റൗണ്ട് മത്സരങ്ങൾക്ക് വേദിയാകുന്ന സംസ്ഥാനം? ഉത്തരം അസം. അടുത്തതായി, ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ കോറൽ റീഫ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമാകുന്നത്? ഉത്തരം ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ. അടുത്ത ചോദ്യം, ലോക കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനം? ലോക കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനം ഡിസംബർ 2. അടുത്ത ചോദ്യം, ലോക അത്ലറ്റിക്സ് ഫെഡറേഷന്റെ അത്ലറ്റ് ഓഫ് ദി ഇയർ പുരസ്കാരം 2025 ലഭിച്ചത്? ഉത്തരം എർമാൻ ഡ്യൂപ്ലാന്റിസ്, സ്വീഡൻ പോൾവാൾട്ട് താരം. മെക്ലാഫിൻ ലെവ്രോൺ, അമേരിക്കൻ ട്രാക്ക് താരം. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കാൻഡിലിവർ ഗ്ലാസ് ബ്രിഡ്ജ് നിലവിൽ വന്നത്? ഉത്തരം ആന്ധ്രാപ്രദേശ്, വിശാഖപട്ടണം. അടുത്ത ചോദ്യം, 2025 ഇന്ത്യ ഇന്റർനാഷണൽ ട്രേഡ് ഫെയറിൽ
പൊതുജന സമ്പർക്കത്തിനും ആശയവിനിമയത്തിനും സ്വർണ്ണ സമ്മാനം നേടിയ സംഘടന? ഉത്തരം സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സ് ആൻഡ് കസ്റ്റംസ്. അടുത്ത ചോദ്യം, ഭരണഘടനയുടെ 75-ാം വാർഷികത്തിന്റെ സ്മരണയ്ക്കായി പാരീസിലെ യുനെസ്കോ ആസ്ഥാനത്ത് ഏത് സ്വാതന്ത്ര്യ സമര സേനാനിയുടെ പ്രതിമയാണ് അനാച്ഛാദനം ചെയ്തത്? ഉത്തരം ഡോക്ടർ BR അംബേദ്കർ. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ആദ്യത്തെ മനുഷ്യനെ വഹിച്ചുകൊണ്ടുള്ള ആഴക്കടൽ മുങ്ങൽ ദൗത്യം? ഉത്തരം സമുദ്രയാൻ. അടുത്തതായി, അടുത്തിടെ ബഹുഭാരത്വ നിരോധന ബില്ല് പാസാക്കിയ സംസ്ഥാനം? ഉത്തരം അസം. അടുത്ത ചോദ്യം, ചൊവ്വയിൽ നിന്നും ഇടിമിന്നൽ ഏറ്റതെന്ന് സംശയിക്കുന്ന ശബ്ദം റെക്കോർഡ് ചെയ്തത്? ഉത്തരം പെർസെവറൻസ് നാസ. അടുത്ത ചോദ്യം, ലോക ഭിന്നശേഷി ദിനം? ലോക ഭിന്നശേഷി ദിനം ഡിസംബർ 3. അടുത്ത ചോദ്യം, ദേശീയ പാതകളിലെ യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി മൊബൈൽ വഴി അപായ മുന്നറിയിപ്പുകൾ നൽകാൻ ദേശീയപാത അതോറിറ്റി ആദ്യഘട്ടത്തിൽ കരാറിൽ ഏർപ്പെട്ട ടെലികോം കമ്പനി? ഉത്തരം ജിയോ. അടുത്തതായി, രണ്ടാം ലോക യുദ്ധത്തിന്റെ 80-ാം വാർഷികത്തിന്റെ ഭാഗമായി ഫ്രഞ്ച് തപാൽ സർവീസ് ഇറക്കിയ സ്റ്റാമ്പിൽ ഇടം പിടിച്ച ഏക ഇന്ത്യൻ വംശജ? ഉത്തരം നൂർ ഇനായത് ഖാൻ. അടുത്ത ചോദ്യം, അപകടത്തിൽപ്പെടുന്ന യുദ്ധവിമാനത്തിൽ നിന്നും പൈലറ്റുമാരെ രക്ഷപ്പെടുത്താൻ സഹായിക്കുന്ന ഇജക്ഷൻ സംവിധാനത്തിന്റെ പരീക്ഷണം വിജയകരമായി പരീക്ഷിച്ച സംഘടന? ഉത്തരം DRDO. അടുത്ത ചോദ്യം, ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ ജലം പ്രകൃതിയിലേക്ക് തിരിച്ചു നൽകി ഇന്ത്യയിലെ ആദ്യ വാട്ടർ പോസിറ്റീവ് എയർപോർട്ടായി മാറിയത്? ഉത്തരം ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട്, ന്യൂഡൽഹി. അടുത്തതായി, നാവികസേനാ ദിനം? നാവികസേനാ ദിനം ഡിസംബർ 4. അടുത്തതായി, കേരളത്തിലെ ഏതൊക്കെ പ്രധാന സ്ഥലങ്ങളുടെ പേരാണ് ചൊവ്വയിലെ ശാസ്ത്രപ്രധാനമായ ഗർത്തങ്ങൾക്ക് നൽകിയത്? ഉത്തരം വർക്കല, തുമ്പ, വലിയമല, ബേക്കൽ. അടുത്തതായി, പൂനെ ആസ്ട്രോഫിസിക്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയതിലുള്ള പ്രപഞ്ചത്തിന്റെ താരാപഥത്തിന് നൽകിയ പേര്? ഉത്തരം അളകനന്ദ. അടുത്ത ചോദ്യം, ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച 3ാമത് ആണവ ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനി? ഉത്തരം INS അരിതമൻ. അടുത്തതായി, ഫോബ്സ് റിപ്പോർട്ട് പ്രകാരം 2025 ഡിസംബറിൽ ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ശതകോടീശ്വരിയായി മാറിയത്? ലുവാന ലോപ്പസ് ലാറ. അടുത്ത ചോദ്യം, സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സ് ആൻഡ് കസ്റ്റംസ് ചെയർമാനായി നിയമിതനായത്? ഉത്തരം വിവേക് ചതുർവേദി. അടുത്ത ചോദ്യം, ഫിഫ ചരിത്രത്തിൽ ആദ്യമായി ഏർപ്പെടുത്തിയ സമാധാന പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ഉത്തരം ഡൊണാൾഡ് ട്രംപ്. അടുത്ത ചോദ്യം, കരകൗശല വിദഗ്ധരെ ആദരിക്കുന്നതിനായി ടെക്സ്റ്റൈൽ മന്ത്രാലയം ഏർപ്പെടുത്തിയ പുരസ്കാരങ്ങൾ ലഭിച്ച മലയാളികൾ? ഉത്തരം B. രാധാകൃഷ്ണപിള്ള, വൈക്കോൽ രചനാ രംഗത്തെ മികവിന് K. സുലൈമാൻകുട്ടി, വൈക്കോൽ കരകൗശല വിഭാഗം, VK ജയൻ, ടെറാക്കോട്ട ശില്പരംഗത്തെ മികവിന്. അടുത്ത ചോദ്യം, 2025 ദുരന്ത നിവാരണത്തെക്കുറിച്ചുള്ള ലോക ഉച്ചകോടി നടന്നത്? ഉത്തരം ഡെറാഡൂൺ. അടുത്തതായി, അംബേദ്കർ സ്മൃതി ദിനം? അംബേദ്കർ സ്മൃതി ദിനം ഉത്തരം ഡിസംബർ 6. അടുത്ത ചോദ്യം, വാർണർ ബ്രദേഴ്സും HBO-യും സ്വന്തമാക്കി ബോളിവുഡിലെ ഏറ്റവും വലിയ കമ്പനികൾ ഒന്നാമതായി മാറിയത്? ഉത്തരം നെറ്റ്ഫ്ലിക്സ്. അടുത്ത ചോദ്യം, 2025 ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ് ഓവറോൾ കിരീട ജേതാക്കൾ? ഉത്തരം ചണ്ഡീഗഡ് യൂണിവേഴ്സിറ്റി. അടുത്തതായി, ഇന്ത്യയുടെ നേതൃത്വത്തിലുള്ള ഇന്റർനാഷണൽ ബിഗ് ക്യാറ്റ് അലയൻസിൽ പുതിയതായി അംഗമാകുന്ന രാജ്യം? ഉത്തരം റഷ്യ. അടുത്തതായി, 2025 RBIയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതരായത്? ഉത്തരം ഉഷ ജാനകി രാമൻ. അടുത്ത ചോദ്യം, ഇന്ത്യൻ ആർമി അരുണാചൽ പ്രദേശിലെ ദിരാങ്ങിൽ ആരംഭിച്ച കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷൻ? ഉത്തരം റേഡിയോ ദിരാങ് 88.4 FM. അടുത്ത ചോദ്യം, 2025 ഡിസംബറിലെ RBIയുടെ പുതുക്കിയ റിപ്പോ നിരക്ക്? ഉത്തരം 5.25%. അടുത്ത ചോദ്യം, 2025 ഡിസംബറിൽ നടന്ന ഇന്ത്യയും മലേഷ്യയും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസം? ഉത്തരം ഹരിമൗ ശക്തി, വേദി രാജസ്ഥാൻ. അടുത്ത ചോദ്യം, റെയിൽവേ പശ്ചാത്തലമാക്കി DD രാമകൃഷ്ണൻ എഴുതിയ നോവൽ? ഉത്തരം
പച്ച, മഞ്ഞ, ചുവപ്പ്. അടുത്തതായി ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എ ലീഡിംഗ് ക്വാണ്ടം പവേർഡ് എക്കോണമി എന്ന തലക്കെട്ട് റിപ്പോർട്ട് പുറത്തിറക്കിയത്. ഉത്തരം നീതി ആയോഗ്. അടുത്ത ചോദ്യം, സമഗ്ര വാട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി വിതരണം ചെയ്ത് തിരിച്ചു കിട്ടിയ ഫോമുകൾ മുഴുവൻ ഡിജിറ്റലൈസ് ചെയ്ത ആദ്യ ജില്ല. അടുത്ത ചോദ്യം, സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി വിതരണം ചെയ്ത് തിരിച്ചു കിട്ടിയ ഫോമുകൾ മുഴുവൻ ഡിജിറ്റലൈസ് ചെയ്ത ആദ്യ ജില്ല. ഉത്തരം കാസർഗോഡ്. അടുത്തതായി, ജപ്പാനിൽ നടക്കുന്ന 2026 ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ ടീമിന്റെ ചെപ്തി മിഷനായി നിയമിതനായത്. ഉത്തരം സഹദേവ് യാദവ്. അടുത്ത ചോദ്യം, സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന തൊഴിൽ അന്വേഷകരായ യുവജനങ്ങൾക്കായി കേരള സർക്കാർ ആരംഭിച്ച കണക്ട് വർക്ക് സ്കോളർഷിപ്പ് പദ്ധതി. ഉത്തരം പ്രജ്വല. അടുത്ത ചോദ്യം, 30ാമത് കേരള രാജ്യാന്തര ചലച്ചിത്ര മേളയുടെ ഉദ്ഘാടന ചിത്രമായി തിരഞ്ഞെടുത്ത സിനിമ. ഉത്തരം പാലസ്തീൻ 36. അടുത്ത ചോദ്യം, 2025 ഡിസംബറിൽ ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിച്ച റഷ്യൻ സർക്കാരിന്റെ ഔദ്യോഗിക TV ചാനൽ. ഉത്തരം റഷ്യ ടുഡേ. അടുത്തതായി, അതിർത്തികളിലേക്ക് മയക്കുമരുന്ന് എത്തിക്കുന്നത് തടയുക എന്ന ലക്ഷ്യത്തോടെ US പ്രഖ്യാപിച്ച സൈനിക ദൗത്യം. ഉത്തരം ഓപ്പറേഷൻ സദേൺ സ്പിയർ. അടുത്ത ചോദ്യം, ടൈം മാഗസിൻ CEO ഓഫ് ദി ഇയർ 2025 തിരഞ്ഞെടുത്ത ഇന്ത്യൻ വംശജർ. ഉത്തരം നീൽ മോഹൻ, യൂട്യൂബ് CEO. അടുത്ത ചോദ്യം, അന്താരാഷ്ട്ര നാണയനിധി IMFന്റെ റിപ്പോർട്ട് അനുസരിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ റീറ്റെയിൽ ഫാസ്റ്റ് പേയ്മെന്റ് സിസ്റ്റം. ഉത്തരം UPI ഇന്ത്യ. അടുത്ത ചോദ്യം, 2025 ഡിസംബറിൽ നടന്ന 67ാമത് സംസ്ഥാന കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പ് ജേതാക്കളായ ജില്ല. ഉത്തരം കണ്ണൂർ. അടുത്തതായി, രാജ്യത്തെ ആദ്യത്തെ ഹൈഡ്രജൻ ഇന്ധന ബോട്ട് പ്രവർത്തനം ആരംഭിച്ചത്. ഉത്തരം വാരണാസി. നിർമ്മിച്ചത് കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ്. അടുത്ത ചോദ്യം, ജൂനിയർ ഹോക്കി ലോകകപ്പ് 2025 ജേതാക്കളായത്. ഉത്തരം ജർമ്മനി. റണ്ണേഴ്സ് അപ്പ് സ്പെയിൻ. ഇന്ത്യക്ക് വെങ്കലം, 3ാം സ്ഥാനം. ഫൈനലിന്റെ വേദി ചെന്നൈ. അടുത്തതായി, ഡൊണാൾഡ് ട്രംപ് അവന്യൂ, രത്തൻ ടാറ്റ റോഡ്, ഗൂഗിൾ സ്ട്രീറ്റ് തുടങ്ങിയ പേരുകളിൽ പുനർനാമകരണം ചെയ്യാൻ തീരുമാനിച്ച നഗരം. ഉത്തരം ഹൈദരാബാദ്. അടുത്ത ചോദ്യം, ഒരു രാജ്യം ഒറ്റ തിരഞ്ഞെടുപ്പ് നടപ്പാക്കുന്നതിനായുള്ള 129ാം ഭരണഘടനാ ഭേദഗതി ബില്ലും അനുബന്ധ ബില്ലും പരിശോധിക്കുന്ന സംയുക്ത പാർലമെന്ററി സമിതിയുടെ അധ്യക്ഷൻ. ഉത്തരം PP ചൗധരി. അടുത്ത ചോദ്യം, ഇന്റർനാഷണൽ മൗണ്ടൻ ഡേ. ഉത്തരം ഡിസംബർ 11. തീം 2025 ഗ്ലേസിയേഴ്സ് മാറ്റർ ഫോർ വാട്ടർ, ഫുഡ് ആൻഡ് ലൈവ്ലിഹുഡ്സ് ഇൻ മൗണ്ടൻസ് ആൻഡ് ബിയോണ്ട്. അടുത്ത ചോദ്യം, 2025 വൈലോപ്പിള്ളി സ്മാരക കവിതാ പുരസ്കാരത്തിന് അർഹയായത്. ഉത്തരം അമൃത കേളക. രണ്ടിലകൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ എന്ന കവിതാ സമാഹാരത്തിലാണ് പുരസ്കാരം. AI മേഖലയുടെ വികസനത്തിനായി ഇന്ത്യയിൽ 1.5 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം നടത്തുന്ന ടെക് കമ്പനി. ഉത്തരം മൈക്രോസോഫ്റ്റ്. അടുത്ത ചോദ്യം, 2025 ഡിസംബറിൽ ഭൗമസൂചിക പദവി GI ടാഗ് ലഭിച്ച പശ്ചിമ ബംഗാളിലെ കാർഷിക ഉൽപ്പന്നം. ഉത്തരം ഡാർജിലിംഗ് മാൻഡറിൻ ഓറഞ്ച്. അടുത്തതായി, ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സിയുടെ 70 അടി ഉയരമുള്ള പ്രതിമ അനാച്ഛാദനം ചെയ്ത സ്ഥലം. ഉത്തരം ലേക്ക് ടൗൺ, കൊൽക്കത്ത. അടുത്ത ചോദ്യം, കേന്ദ്ര ഊർജ മന്ത്രാലയത്തിന് കീഴിലുള്ള ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസിയുടെ നാഷണൽ എനർജി കൺസർവേഷൻ അവാർഡിന് അർഹമായ സംസ്ഥാനം. ഉത്തരം ഉത്തർപ്രദേശ്. അടുത്ത ചോദ്യം, കേരളത്തിലെ സർവകലാശാലകളിൽ VC നിയമന തർക്കങ്ങൾ പരിഹരിക്കുന്നതിനായി സുപ്രീം കോടതി നിയമിച്ച ചർച്ചാ കമ്മിറ്റിയുടെ അധ്യക്ഷൻ. ഉത്തരം ജസ്റ്റിസ് സുധാൻഷു ദൂതിയ. അടുത്ത ചോദ്യം, 2026 നടക്കാനിരിക്കുന്ന പ്രഥമ കോമൺവെൽത്ത് ഖോ ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം. ഉത്തരം ഇന്ത്യ. അടുത്തതായി, പ്രഥമ ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസിന് വേദിയാവുന്നത്. ഉത്തരം ബിലാസ്പൂർ, ഛത്തീസ്ഗഡ്. അടുത്ത ചോദ്യം, ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ പുതിയ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ. ഉത്തരം രവീന്ദ്രകുമാർ അഗർവാൾ. അടുത്തതായി, റിപ്പബ്ലിക് ഓഫ് സൊമാലിലാൻഡിന്റെ
സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമായി അംഗീകരിച്ച ആദ്യ രാജ്യം? ഉത്തരം ഇസ്രായേൽ. അടുത്ത ചോദ്യം. മയക്കുമരുന്ന് ഉപയോഗം തടയാൻ കേരള പോലീസ് സ്വകാര്യ മേഖലയുമായി സഹകരിച്ച് നടപ്പിലാക്കുന്ന പദ്ധതി? ഉത്തരം പ്രൊവിൻഷൻ ഓഫ് ഡ്രഗ് അബ്യൂസ്. അടുത്തതായി, ഇന്ത്യയിൽ ആദ്യമായി ഒരു ദേശീയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഗവേഷണ സ്ഥാപനം സ്ഥാപിച്ച സംസ്ഥാനം? ഉത്തരം ഗുജറാത്ത്. അടുത്ത ചോദ്യം. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ പ്ലാസ്റ്റിക് മലിനീകരണം നിയന്ത്രിക്കുന്നതിനായി റീഫണ്ടബിൾ ഗ്രീൻ ഡെപ്പോസിറ്റ് പദ്ധതി ആരംഭിച്ച സംസ്ഥാനം? ഉത്തരം മേഘാലയ. 2025 ഡിസംബറിൽ DRDO വിജയകരമായി പരീക്ഷിച്ച ഇന്ത്യയുടെ ആദ്യ ദീർഘദൂര ഗൈഡഡ് മിസൈൽ? ഉത്തരം പിനാക്ക. ദൂരപരിധി 120 കിലോമീറ്റർ. അടുത്തതായി, വിക്രം സാരാഭായ് സ്മൃതി ദിനം. വിക്രം സാരാഭായ് സ്മൃതി ദിനം ഡിസംബർ 30. അടുത്ത ചോദ്യം. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യ മലിനീകരണ നിയന്ത്രണ കപ്പൽ? ഉത്തരം സമുദ്ര പ്രതാപ്. അടുത്ത ചോദ്യം. UN അന്താരാഷ്ട്ര വർഷങ്ങൾ 2026. ഇന്റർനാഷണൽ ഇയർ ഓഫ് റേഞ്ച് ലാൻഡ്സ് ആൻഡ് പാസ്റ്ററലിസ്റ്റ്, ഇന്റർനാഷണൽ ഇയർ ഓഫ് വോളണ്ടിയേഴ്സ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, ഇന്റർനാഷണൽ ഇയർ ഓഫ് ദി വുമൺ ഫാർമർ. അടുത്ത ചോദ്യം. സാഹിത്യ കല സാംസ്കാരിക മേഖലകളിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള നിയമസഭാ പുരസ്കാരത്തിന് അർഹനായത്? ഉത്തരം NS മാധവൻ. അടുത്ത ചോദ്യം. ഇംഗ്ലണ്ട് ഓസ്ട്രേലിയ ടെസ്റ്റ് മത്സരത്തിൽ കാണികളുടെ എണ്ണത്തിൽ ലോക റെക്കോർഡ് സൃഷ്ടിച്ച സ്റ്റേഡിയം? ഉത്തരം മെൽബൺ ക്രിക്കറ്റ് സ്റ്റേഡിയം. അടുത്ത ചോദ്യം. ഇന്ത്യയിൽ കുട്ടികൾക്ക് നൽകുന്ന ഏറ്റവും ഉയർന്ന ബഹുമതിയായ പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരം നേടിയത്? ഉത്തരം വൈഭവ് സൂര്യവംശി. അടുത്ത ചോദ്യം. ദി ഗ്രേറ്റ് സാങ്ഷൻസ് ഹാക്ക് എന്ന പുസ്തകം രചിച്ചത്? ഉത്തരം ഊർജിത് പട്ടേൽ. അടുത്തതായി, ബ്രിക്സ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ പ്രതിരോധ മരുന്നുകൾ സംബന്ധിച്ച രാജ്യാന്തര ഉച്ചകോടി 2026 വേദിയാകുന്നത്? ഉത്തരം കുമരകം. അടുത്ത ചോദ്യം. കേരളത്തിലെ മികച്ച കായിക താരത്തിനുള്ള 37ാമത് ജിമ്മി ജോർജ് അവാർഡ് ലഭിച്ചത്? ഉത്തരം ട്രിപ്പിൾ ജമ്പ് താരം എൽദോസ് പോൾ. അടുത്ത ചോദ്യം. വന്യജീവി സംഘർഷം ലഘൂകരിക്കാൻ തേനീച്ചക്കൂടുകൾ സ്ഥാപിക്കുന്ന വനം വകുപ്പിന്റെ പദ്ധതി? ഉത്തരം മധുവനം. അടുത്തതായി, 2025 ഡിസംബറിൽ ഖേൽരത്ന പുരസ്കാരത്തിന് ശുപാർശ ചെയ്യപ്പെട്ട ഇന്ത്യൻ ഹോക്കി താരം? ഉത്തരം ഹർദിക് സിംഗ്. അടുത്ത ചോദ്യം. തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷൻ മേയറായി ചുമതലയേറ്റത്? ഉത്തരം VV രാജേഷ്. അടുത്ത ചോദ്യം. ഇന്ത്യയിലെ ഏറ്റവും വലിയ വൃത്താകൃതിയിലുള്ള ശിലാശാസനം അടുത്തിടെ കണ്ടെത്തിയ സംസ്ഥാനം? ഉത്തരം മഹാരാഷ്ട്ര. അടുത്തത്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ മലിനീകരണ നിയന്ത്രണ കപ്പൽ സമുദ്ര പ്രതാപ് രൂപകൽപ്പന ചെയ്തത്? ഉത്തരം ഗോവ ഷിപ്പ്യാർഡ് ലിമിറ്റഡ്. ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.